മാത്രമല്ല, നമ്മൾ അനുഷ്ഠിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശീലങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ആ ശീലങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതിന്റെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചോ അതിന്റെ ചരിത്രത്തെക്കുറിച്ചോ അത് എന്തിനു വേണ്ടി തുടങ്ങി, അത് എങ്ങനെ തുടങ്ങി എന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചിട്ടാണോ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളുടെയും ശീലങ്ങളുടെയും പിന്നാലെ പോകുന്നത്? ഒരിക്കലുമല്ല. നമ്മളെ നമ്മുടെ വാപ്പയും നമ്മുടെ വല്യാപ്പയും വല്യാപ്പാന്റെ വല്യാപ്പയും എന്തു ചെയ്തോ അത് അതുപോലെ കണ്ണടച്ച് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടി അവർ ചെയ്തു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇത് തുടങ്ങി എന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക് വിളിക്കാറുണ്ട്. ദിവസം 5 നേരം പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത്, ഇപ്പൊ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഇതുപോലെയുള്ള ഉച്ചഭാഷണി മൈക്ക് കോളാമ്പി വെച്ചിട്ടാണ്. പള്ളിന്റെ മിനാരത്തിന്റെ മുകളിൽ 4 ഭാഗത്തേക്കും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും 4 കോളാമ്പി വെച്ചിട്ട് മുക്രി അല്ലെങ്കിൽ മൊല്ലാക്ക ഈ മൈക്കിൽ കൂടെ, ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ സാധനത്തിന്റെ ഉള്ളിൽ കൂടെയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കും. പക്ഷെ അതിലൊരു തമാശ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ബാങ്ക് വിളിക്കുമ്പോ മൊല്ലാക്ക ചെവിയിൽ കൈ വെച്ചിട്ട് വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ഈ ബാങ്ക് വിളിച്ചത് നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ? ഞാൻ ഈ മൈക്കിൽ നിന്ന് തിരിഞ്ഞു, വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു. പള്ളിന്റെ ഉള്ളിലെ ഈ 4 കോളാമ്പി വെച്ച് മൈക്കിൽ കൂടെ ബാങ്ക് വിളിക്കുമ്പോഴും നമ്മുടെ മല്ലാക്ക ഇങ്ങനെ തിരിയുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാനൊക്കെ പള്ളിയിൽ പോയിരുന്ന കാലത്ത് ഞാൻ കണ്ടതാ ഓർമ്മയാണ്. ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പള്ളിയിൽ പോയിട്ട് കുറെ കാലമായി. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ തിരിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, അതിന്റെ തമാശ ഒന്ന് ആലോചിച്ചു. നബിയുടെ കാലത്തെ ബാങ്ക് കൊടുത്തിരുന്നത് വലിയ ഒച്ചയുള്ള, ബിലാലിനെ പോലെയുള്ള വലിയ ഒച്ച ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ടാണ് ബാങ്ക് വിളിപ്പിച്ചിരുന്നത്. അവരോട് നബി പറഞ്ഞു, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 വട്ടം വിളിച്ചോ, ഒരിക്കൽ വലത്തോട്ട് വരക്ക് ഇടത്തോട്ടും തിരിഞ്ഞിട്ട് വിളിച്ചോ എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ 2 വട്ടം വിളിക്കാനും ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു വിളിക്കാനും പറഞ്ഞിട്ടുണ്ടാവുക? നബീന്റെ കാലത്ത് ഈ സാമാനം ഇല്ല. തൊള്ളോണ്ട് വിളിച്ച ബാങ്ക് എത്ര ദൂരം കേൾക്കുമോ അത്ര ദൂരെ അന്ന് കേൾക്കുള്ളൂ. അപ്പൊ ഈ ബാങ്ക് വിളിക്കുന്ന, പള്ളിയിൽ നിന്നാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഈ മൊല്ലാക്കയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വീടുകളുണ്ട് അകലെ. അവിടെയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞോ, ഇവിടെയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞോ 2 വട്ടം പറഞ്ഞാളാ എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് തിരിയാൻ പറഞ്ഞത്. പക്ഷെ ഇന്നും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മൊല്ലാക്ക കിതാബിൽ ഇങ്ങനെ നബി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു എന്ന് കണ്ടതുകൊണ്ട് മൊല്ലാക്ക തിരിയാണ് മൈക്കിന്റെ മുമ്പിൽ ബാങ്ക് വിളിക്കുമ്പോൾ. അപ്പൊ ഫലത്തിൽ എന്താ സംഭവിക്കുക? ഈ മൈക്കിന്റെ നേരെ മുമ്പിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ 4 ഭാഗത്തേക്കും കേൾക്കും, 4 കോളാമ്പിയിൽ കൂടെ. പക്ഷെ ഇവിടുന്ന് വലത്തോട്ടും ഇടത്തോട്ടും ബാങ്ക് വിളിക്കുന്ന ആള് തിരിഞ്ഞാല് ശബ്ദം കുറയും. അപ്പൊ നബി എന്തിനു വേണ്ടിയാണോ പറഞ്ഞത് അതിന്റെ നേരെ വിപരീത ഫലമാണ് ഇപ്പൊ മൈക്കിന്റെ മുമ്പിൽ ബാങ്ക് കൊടുക്കുമ്പോ തിരിഞ്ഞാലുണ്ടാവുന്നത്. അപ്പൊ ഇത് നബി എന്തിനു വേണ്ടി ഇങ്ങനെ തിരിയാൻ പറഞ്ഞു എന്ന് ചിന്തിക്കാതെ നബി എന്ത് ചെയ്തു എന്ന് ചിന്തിച്ച് അത് മാത്രം നോക്കി കിതാബ് മറിച്ചു നോക്കിയിട്ട് ആ ശീലം നമ്മൾ അനുകരിക്കുന്നു. അത് വിഡിത്തമായി